ദൈവവും ഒന്നിക്കുന്ന ഈ അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു RG Media 360 പ്രസന്റിംഗ് YXO കേരള. സോ ഞങ്ങളുടെ ആദ്യത്തെ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഗെയിം ഷോയുടെ ഒരു ഫോർമാറ്റൊക്കെ മനസ്സിലാക്കി കാണും. ഞങ്ങളുടെ ഈ ഒരു ഫൺ ഫിൽഡ് ഗെയിം ഷോയിൽ ക്യൂസ് ഷോയിൽ പങ്കെടുക്കാൻ എത്തുന്നത് 2 ടീമുകളാണ്. ഒന്ന് യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങളുടെ വൈറ്റ് ടീമും ഞങ്ങളുടെ ഓൾഡ് ജനറേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ദ ടീം ഓയും. സോ ഇവർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ ഇതാ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സോ റെഡി അല്ലേ? നമുക്ക് നമ്മുടെ ടീം മേറ്റ്സിനെ ആദ്യം തന്നെ ഒന്ന് ഈ വേദിയിലേക്ക് വിളിച്ചാലോ? റെഡി? സോ നിങ്ങൾക്ക് മുന്നിലേക്ക് RG Media 360 പ്രസന്റിംഗ് YXO കേരളയുടെ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നു ദ ടീം ഓ. സോ ഞങ്ങളുടെ YXOയിലെ ദ O ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി കാണാനിരിക്കുന്നത് ദ Y ടീമാണ്. RG Media 360 പ്രസന്റിംഗ് YXO കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാറ്റിവെക്കാൻ എത്താൻ പോകുന്നു ദ ടീം Y. സോ ഞങ്ങളുടെ O ടീമും Y ടീമും ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്തായാലും നമ്മുടെ ചിൽഡ്രൻസ് ഡേ ഒക്കെ കഴിഞ്ഞതേ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ സാറേ? അപ്പം നമ്മുടെ കുഞ്ഞു മക്കളിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. 3 പേര് ഒരു വീട്ടിൽ നിന്നാണോ വരുന്നേ? ഞങ്ങൾ കസിൻസ് ആണ്. ഓക്കെ. എന്തായാലും എല്ലാവരും കാണാനായിട്ട് ഒരു ഫേഷ്യൽ സ്ട്രക്ചറൊക്കെ ഒരുപോലെ ഇരിപ്പുണ്ട്. എങ്ങനെയാണ് പേരൊക്കെ? എങ്ങനെയാണ്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സഹറ. ഞാൻ 10th പഠിക്കുന്നത്. 10th ഹോളിനെസ് സ്കൂളിലാണ് പഠിക്കുന്നത്, വർക്കലയിൽ. ഓക്കെ. എന്താണ് ഇനി ഭാവിയിലേക്ക് എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സയൻസ് എടുക്കണം. ആർക്കിടെക്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? വൈ ആർക്കിടെക്ചർ? വാപ്പ കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ. അപ്പോൾ വാപ്പേനെ സഹായിക്കാൻ വേണ്ടി ആർക്കിടെക്റ്റ് തന്നെ ആകാം. വാപ്പ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തന്നത്? അല്ല, വാപ്പ ഇഷ്ടമുള്ള എടുക്കാനാണ് പറഞ്ഞത്. എന്നാലും മോൾക്ക് ഇഷ്ടം കുഞ്ഞുനാളോട്ട് എനിക്ക് ഒന്ന് കാണുന്നതൊക്കെ അതായിരിക്കും അല്ലേ? ഇനി പുറത്ത് വർക്ക് കൊടുക്കണ്ട, ആർക്കിടെക്റ്റിന് വേറെ വിളിക്കേണ്ട, വീട്ടിനകത്ത് തന്നെ വാപ്പ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്തായാലും അത് കൊള്ളാം. വേറെ എന്തൊക്കെയാണ് പാസ്റ്റ് ടൈമിൽ? എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ്? പടം വരയ്ക്കുക, പാട്ട് കേൾക്കുക? പാട്ട് കേൾക്കും. പടം വരയ്ക്കാറില്ല. വേറെ എന്താണ്? പാട്ട് കേൾക്കാറുണ്ട്. പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ ഇഷ്ടം? എല്ലാം കേൾക്കും. ഓക്കെ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ പേര് ഹര ഫാത്തിമ. ഓക്കെ. ഞാൻ സെന്റ് ജോസഫ് കൊല്ലത്ത് പഠിക്കുന്നു. കൊല്ലത്താണോ? ഓക്കെ. എത്രാം ക്ലാസ്സിലാ? 6th ഈ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താ? 6th സ്റ്റാൻഡേർഡ് നല്ല കാര്യം എളുപ്പമാണെന്നൊരു മോൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു. 6th സ്റ്റാൻഡേർഡ് 5th കമ്പാരിറ്റീവ്ലി ഈസിയർ ആണെന്ന്. അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? ഇല്ല. പാടാണോ? ബുദ്ധിമുട്ടാണോ? ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിഷയം ഏതാ? സബ്ജക്ട് ഏതാ? മലയാളമാണോ? അമ്മേ, എന്താ മലയാളം ഇത്രയും വിഷമായിട്ട് തോന്നിയ മോളെ? മലയാളം ചിലതൊന്നും അങ്ങനെ മനസ്സിലാവത്തില്ല. ഏതാ? ഉപമയാണോ? ഒന്നിനോടൊന്ന് ചേർന്നാൽ ഉപമ ഏതാ? അതൊക്കെയാണോ മനസ്സിലാവാൻ പാട്? അതോ കഥ അങ്ങനത്തെ? ആരുടെ കവിതയാ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് തോന്നിയത്? ആരുടെ കവിത കേട്ടിട്ടോ? എല്ലാം ഇന്ന ആളെന്നൊന്നുമില്ല. അപ്പം ഒരു കവികൾക്കും വിഷമം വരുന്നില്ല. എന്നാലും ഭയങ്കര മോൾ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കവിത ആരുടെയാ? എല്ലാം പ്രശ്നമാണ് മൊത്തത്തിൽ. ഏറ്റവും എളുപ്പമായിട്ടുള്ള വിഷയം ഏതാ മോൾക്ക്? എളുപ്പമായിട്ടുള്ള വിഷയം മാത്സ് ആണോ? സാധാരണ എല്ലാവരും തിരിച്ചല്ലേ പറയാറ്? മാത്സ് ആണ് ബുദ്ധിമുട്ട്, മലയാളമാണ് എളുപ്പം എന്ന്. ഇത് നേരെ കുഞ്ഞ് തിരിഞ്ഞാന്നല്ലോ. എന്താ വലുതാവുമ്പോൾ ആരാകണം എന്ന് ആഗ്രഹിക്കുന്നത്? ഡോക്ടറാണ്. വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ മലയാളത്തിലപ്പോൾ എഴുതണ്ടല്ലേ? പ്രിസ്ക്രിപ്ഷനൊക്കെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതിയല്ലോ. പിന്നെ കുഴപ്പമില്ല, വലിയ വിഷയം വരുന്നില്ല. വാപ്പ ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ആർക്കിടെക്ചർ വേണ്ട, ആർക്കിടെക്റ്റ് ആകുന്നില്ല. വാപ്പയെ സഹായിക്കണ്ട? നിങ്ങൾ 2 സിസ്റ്റേഴ്സ് ആണോ? കസിൻസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും വാപ്പമാര് കൺസ്ട്രക്ഷൻ മേഖലയാണോ? ഓഹോ, നിങ്ങൾ ഫാമിലി പരമായിട്ട് ബിൽഡേഴ്സ് ആണ്. ഓക്കെ. എന്നാലും ഡോക്ടർ ആയാൽ മതി. അടുത്ത ആള് വാപ്പ കൺസ്ട്രക്ഷനിലാണോ മോളെ? ആണ്. ആർക്കിടെക്ചർ ആണോ? ഓഹോ, അപ്പം എനിക്ക് തോന്നുന്നു കുടുംബപരമായിട്ട്. ഓക്കെ. അപ്പോൾ വാപ്പയാണോ പറയുന്നത് ആർക്കിടെക്ചർ എടുത്താൽ മതി എന്ന്? ഇല്ല, വാപ്പ അങ്ങനെയൊന്നും പറയുന്നില്ല. പാപ്പ വന്നിട്ടുണ്ടോ? ഇല്ല, വാപ്പ വന്നിട്ടില്ല. ഓക്കെ. നിങ്ങൾ എല്ലാവരും കസിൻസ് ആണ്. ഈ 2 കസിൻസിൽ ഏറ്റവും കുറുമ്പുള്ളത് ആർക്കാണ്? ഹന്നയ്ക്കാണ് കുറുമ്പുള്ളത്. നിങ്ങൾ സിസ്റ്റേഴ്സ് ആരൊക്കെയാണ്? നിങ്ങൾ 2 പേരും സിസ്റ്റേഴ്സ് ആണ്. ആരാ എൽഡർ? ആരാണ് മൂത്തത്? ആരാണ്? ചേച്ചിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന എന്ത് കാര്യത്തിനാണ് വീട്ടില്? ഫോണിന് വേണ്ടിയാണ്. ഓ, അടിപൊളി. പക്ഷെ കുറുമ്പുള്ളത് കസിൻ സിസ്റ്ററിനാണ്. എന്താ ഏറ്റവും കുറുമ്പായിട്ട് ആൾ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എല്ലാം പ്രശ്നമാണോ? ഇയാളാണോ ഡോക്ടർ ആവാൻ ഇരിക്കുന്നേ? എൻ്റെ പേര് മറിയം. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വർക്കലയിലാണ്. ആർക്കിടെക്റ്റ് ആകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ചേച്ചിയുടെ പാതയിൽ തന്നെ പിന്തുടരുവാണോ?
അങ്ങനെ തന്നെയാണ്. ഓക്കെ. എന്ത് സാധാരണ ഈ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ എന്താ ചെയ്യുന്നേ? വീടിന്റെ പ്ലാൻ വരയ്ക്കല്. ഓക്കെ. ആർക്കിടെക്ടറോ? ആർക്കിടെക്ചർ അപ്പൊ സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്ട് ഒന്നാണോ? അല്ല. അതൊക്കെ അറിയാട്ടോ. അടിപൊളി. കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെ കണ്ടോ? കണ്ടിട്ട് എന്തെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാരും പാവമായിട്ട് തോന്നുന്നു. എല്ലാവരും പാവമായിട്ടാണോ തോന്നുന്നത്? അയ്യോ, അങ്ങനെ നിങ്ങൾ കരുതരുത് കേട്ടോ. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡിൽ ഇതുപോലെ പാവങ്ങളായിട്ട് വന്നൊരു ടീം ഉണ്ടായിരുന്നു. അവസാനം കുഞ്ഞു പിള്ളേരായിട്ട് ഭയങ്കര മത്സരമായി ഇവിടെ. ആരെ കണ്ടിട്ട് ഏറ്റവും പാവമായിട്ട് തോന്നേ? ആ കണ്ണാടിയിട്ട് അങ്കിളിനെ കണ്ടിട്ടാണോ പാവമായിട്ട് തോന്നുന്നേ? അങ്കിളെ പാവമാണെന്നാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. അങ്കിളുടെ പേര്? എൻ്റെ പേര് നൗഷാദ്. ഓക്കെ. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതെല്ലാം. ഓക്കെ. തിരുവനന്തപുരത്താണ്. 20 വയസ്സായപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടി. ഓക്കെ. ജോലി കിട്ടിയെങ്കിലും 10-15 വർഷത്തേക്കുള്ളിൽ നിന്നില്ല. എനിക്ക് ബിസിനസ്സിലായിരുന്നു കൂടുതൽ താല്പര്യം. ബിസിനസ്സാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാറി ഡിസ്ട്രിബ്യൂഷൻ, റീറ്റെയിൽ അങ്ങനത്തെ ബിസിനസ്സിലോട്ട് ഫീൽഡിലോട്ട് പോയി. ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്നുണ്ട്. ഭയങ്കര പാവ ആളാണ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പാവത്തരം ഉണ്ടാവും. ഡോണ്ട് വെറി. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണ് അങ്കിൾ? വീട്ടിൽ ഭാര്യയുണ്ട്, മകനുണ്ട്. ഭാര്യ ഗവൺമെൻറ് സർവീസിലായിരുന്നു, പെൻഷനായി. ഓക്കെ. പിന്നെ മകനുണ്ട്, പുള്ളി വിദേശത്താണ്, സിവിൽ എഞ്ചിനീയറാണ്. പുള്ളി ഈ പറഞ്ഞ വേറൊരു ഫീൽഡാണ്, ഫിറ്റ് ഔട്ട് എന്ന് പറയാം. അത് ഇന്ത്യൻ ടെക്നീഷ്യൻ്റെ അത്തരം വർക്ക് എടുത്ത് ചെയ്യുന്നു. അയാളുടെ വൈഫും അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സാറ് ഭയങ്കര പാവമായിട്ട് കാണപ്പെടുന്നു എന്നാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി പാവമാണോ ഭീകരനാണോ എന്നൊക്കെ നമുക്ക് ഗെയിം തുടങ്ങുമ്പോൾ അറിയാം അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചേച്ചിയിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് ബീനാകൃഷ്ണൻ. ഞാൻ പട്ടത്താണ് താമസിക്കുന്നത്. 3 പിള്ളേരുണ്ട്. എല്ലാവരും ദൂരെയൊക്കെ, അടുത്താരുമില്ല. ഒറ്റപ്പെടലുണ്ടായപ്പോൾ ഞാൻ സിനിമ സീരിയലിലേക്ക് ഇറങ്ങി. പിന്നെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടാനൊക്കെ തുടങ്ങി. അതിന് സമയം കണ്ടെത്തുന്നു. ആദ്യമൊക്കെ ഒരു ഒറ്റപ്പെടലും ഭയങ്കര വിരകമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ജീവിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടായി. മറ്റേത് ഒറ്റപ്പെടൽ എനിക്ക് ഇനി ജീവിക്കണമെന്നൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാവരുമായിട്ട് സഹകരിച്ച് സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഒരു ജീവനുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും. അടിപൊളി. എന്തായാലും പാട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും പാടിത്തരണം കേട്ടോ ചേച്ചി ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി സാറിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് വിനയകുമാരൻ നായർ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. പേരൂർക്കട ആണ് എൻ്റെ ബേസ്. പക്ഷെ ഞാൻ ഇപ്പം താമസിക്കുന്നത് പാപ്പനംകോടാണ്. പോലീസ് സർവീസിലായിരുന്നു. എത്ര വർഷമായിരുന്നു? ഞാൻ 2017 റിട്ടയർ ചെയ്തതാണ്. 2017. ഏകദേശം 38 വർഷം പോലീസിൽ ജോലി ചെയ്തു. 38 വർഷം. ഏത് വിങ് ആയിരുന്നു? ഞാൻ അവസാനത്തെ ഒരു 9 വർഷം, റിട്ടയർമെന്റ് വരെയുള്ള 9 വർഷം ഞാൻ കേരള പോലീസിന്റെ സൈബർ ഡിവിഷന്റെ ഹെഡായിരുന്നു. സൈബറിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും 2 മക്കളുമാണ്. മൂത്ത ആൾ മകൻ കല്യാണം കഴിഞ്ഞു. പുള്ളി ഭാര്യയും അയർലൻഡിലാണ്. മോള് ഡോക്ടറാണ്, ഡെന്റൽ സർജനാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വല്ലാണ്ട് കൂടുന്നു എന്നൊക്കെ ഇപ്പം ഭയങ്കരമായിട്ടും തീർച്ചയായിട്ടും കൂടുന്നുണ്ടല്ലേ സാർ? ഞാൻ അതിൻ്റെ ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ സ്കൂളുകളിലും അതുപോലെ പല ഏജൻസികളിലും സൈബർ സേഫ്റ്റിക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പാഷൻ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സമയം പോകുന്നത് അങ്ങനെയൊക്കെയാണ്. അടിപൊളി. അപ്പം എന്തായാലും എന്തുമാത്രം വിവിധ മേഖലകളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇന്ന് ഈ വേദിയിൽ ഏറ്റുമുട്ടാനായിട്ട് എത്തിയിരിക്കുന്നത്. ഏറ്റുമുട്ടലിനേക്കാൾ ഉപരിയായിട്ട് 2 പേരുടെ കൈവശമുള്ള അറിവുകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും എക്സ്പീരിയൻസസും ഒക്കെ പാസ് ചെയ്യുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഞങ്ങളുടെ RG Media 360 YXO കേരള എന്ന ഈ ഒരു ഷോയ്ക്കുണ്ട്. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് കടന്നാലോ? 3 റൗണ്ട്സ് ആണ് ഉള്ളത്. ആദ്യത്തേത് GK റൗണ്ടാണ്. 10 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ. ആ 10 ക്വസ്റ്റ്യൻസ് ബസർ റൗണ്ടാണ്. ഏറ്റവും പെട്ടെന്ന് ബസർ പ്രസ് ചെയ്ത് ശരി ഉത്തരം പറയണം. 2 പോയിന്റ്സ് കിട്ടും. ഇതാണ് ആദ്യത്തെ റൗണ്ട്. സോ റെഡി? RG Media 360 presenting YXO കേരളയിലെ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. ആൻഡ് ദ ഫസ്റ്റ് റൗണ്ട് ഈസ് GK റൗണ്ട്. GK റൗണ്ടിൽ 10 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഇത് 10 ബസർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ബസറിൽ കൈ വെച്ച് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ ചേച്ചി. ആദ്യം ബസർ അമർത്തുന്നവർക്കാണ് ഞാൻ ഉത്തരം പറയാനായിട്ടുള്ള അവസരം നൽകാൻ പോകുന്നത്. വിജയിക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ശരി ഉത്തരത്തിന് കിട്ടാൻ പോകുന്നത് 2 പോയിന്റ്സ് ആണ്. ഓക്കെ, ഉറപ്പല്ലേ? സെറ്റാണ്. ഇവരെ ബീറ്റ് ചെയ്യുന്ന വിശ്വാസമുണ്ടോ? ബീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. റെഡിയാണ്. ഇവിടെയോ? സർ പാവമാണെന്നൊക്കെ വെറുതെ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ വിട്ടുകൊടുക്കുകയൊന്നും വേണ്ട. അതിൻ്റെ പേരിൽ പിള്ളേരാന്ന് കരുതി. ഓക്കെ, നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു അങ്കത്തട്ടിൽ Y ആണോ O ആണോ വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്കിനി കണ്ടു തന്നെ അറിയാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ആനിമൽ ക്യാൻ ലിവ് വിത്തൗട്ട് ഇറ്റ്സ് ഹെഡ് ഫോർ അപ് ടു എ വീക്ക്?
തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഏത്? വൈ ആണ് കിട്ടിയിരിക്കുന്നത്. ആൻസർ കോക്രോച്ച്. കോക്രോച്ച്. പാറ്റ. ശരിയായിട്ടുള്ള ഉത്തരാണ്. തലയില്ലാതെ ഒരാഴ്ച വരെ പാറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് മോൾക്ക് ഈ അറിവ് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? സ്കൂളിൽ പഠിപ്പിച്ചാണോ? യൂട്യൂബ് ഷോർട്സിൽ കാണും. യൂട്യൂബ് ഷോർട്സോ? അതിലിതൊക്കെ കാണിക്കുന്നുണ്ട്. വെരി ഇൻഫോർമേറ്റീവ്. ഓക്കെ, അടിപൊളി. പക്ഷെ അപ്പോൾ ചേച്ചി ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് പ്രസ് ചെയ്തോണം, കാരണം കുഞ്ഞുങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഭയങ്കര സ്മാർട്ടറായിട്ട് നിൽക്കുകയാണ്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ എൻ്റെ ചോദ്യം കേട്ടതിന് ശേഷം മാത്രമേ ബസർ അമർത്താൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ മലയാളത്തിലും പറയും, അത് കഴിഞ്ഞ് മാത്രമേ ബസർ അമർത്താവൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന് 2 പോയിന്റ്സ് നേടിയിരിക്കുന്നു ടീം വൈ. അടിപൊളി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് സിറ്റി ഇസ് നോൺ ആസ് ദ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ടീം ഓ ആണ് ബസർ അമർത്തിയിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ സൂറത്ത്. സൂറത്ത്. കറക്റ്റ് ആൻസർ. സൂറത്താണ് ഇന്ത്യയുടെ വജ്ര നഗരമായിട്ട് അറിയപ്പെടുന്നത്. സാർ ആരെങ്കിലും പോയിട്ടുണ്ടോ സൂറത്തിൽ? പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ സൂറത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ മകള് പഠിച്ചത് ഗാന്ധിനഗറിലാണ്, ഗുജറാത്തിലാണ്. അതോടൊപ്പം സൂറത്തിൽ പോയത് തുണിയെടുക്കാനാണ്, വജ്രം എടുക്കാനല്ല. വജ്രം എടുക്കാനല്ല, അവിടെ മില്ലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആണ്. അവിടെ മാർക്കറ്റ് തന്നെ അതിനകത്ത് ഞങ്ങൾ കറങ്ങിപ്പോയി, അവസാനം പുറത്തിറങ്ങാൻ പറ്റാതായി പോയിട്ടുണ്ട്. കണ്ടിരിക്കേണ്ട സിറ്റിയാണ്. സാറിന് അതുപോലെ സൂറത്തിനെ പറ്റി എന്നുള്ള ഓർമ്മ എന്താണ്? ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതി ഞാനും വൈഫും ഗുജറാത്തിൽ പോകുന്നുണ്ട്, സൂറത്തിലൊക്കെ പോകുന്നുണ്ട്. കണ്ട് വജ്രം എടുക്കുന്നുണ്ടോ സാറേ? ഇല്ല, തൽക്കാലം ഇല്ല. വൈഫിനെയും കൂട്ടി എന്താണ്, ഒരു ഹണിമൂൺ ട്രിപ്പാണോ? അല്ലല്ല, ഞങ്ങൾ ഓൾഡ് ഏജ് ആയ ആൾക്കാർ ഇങ്ങനെ എല്ലാ മാസവും ടൂറുണ്ട്. അപ്പോൾ ഈ മാസം ഗുജറാത്തിലാണ് ഇത്തവണ. ഓ അങ്ങനെ പോകുന്നുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ GK റൗണ്ടിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് in which Kerala city is the historic Padmanabha Swami temple located? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? The O team. തിരുവനന്തപുരം. കറക്റ്റ് ആൻസർ. കാരണം എല്ലാവരും തിരുവനന്തപുരത്തുകാരാണ്. തിരുവനന്തപുരത്തുകാർക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു വികാരമാണ് അല്ലേ? സോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പത്മനാഭസ്വാമി എന്ന് കേൾക്കുമ്പോൾ? ഓഫീസിൽ വർക്ക് ചെയ്തതാ. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഓഫീസിലായിരുന്നോ? ശരിക്കും നിലവറ എല്ലാം കണ്ടിട്ടുണ്ടോ ചേച്ചി? ഇല്ല, ഞാനത് റിസൈൻ ചെയ്തു. മോളുടെ കല്യാണം അടുപ്പിച്ച് റിസൈൻ ചെയ്തു. നിലവറ തുറന്നു കാണാൻ ABC നിലവറ ഒന്നും കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർണമെന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും അവിടെ അത്രയും നിധി ശേഖരം ഉണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ആ വാർത്ത ഓർമ്മയുണ്ട്. കാരണം പത്മനാഭസ്വാമിയുടെ ആ ഒരു വിഗ്രഹം മാറി, കരിയൊക്കെ മാറിയിട്ട് ഫുൾ ഗോൾഡിലേക്ക് തെളിഞ്ഞു വരുന്ന ആ വാർത്തകളൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് ടീനേജ് പഠിക്കുകയാണ്. സോ അതൊക്കെ എനിക്ക് ഒന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലേ? കൂടുതലൊന്നും കണ്ടിട്ടില്ല. പഴയതിൻ്റെ അത്ര സ്ട്രിക്റ്റ് ആയി, പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും കാണാനും അകത്തൊന്നും കയറ്റാതെ ആയി അല്ലേ? ഓക്കെ, എന്നാലും ഭയങ്കര ഒരു സന്തോഷമുണ്ടല്ലേ? ആ ചോദ്യം തന്നെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സാറ് പോകുന്നതാണോ? പോവാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്നുള്ള ഉത്തരം വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. പിന്നെ എല്ലാം അറിയാനിട്ട് എന്താ ഇത് പ്രസ് ചെയ്യാതിരിക്കുന്നേ? പെട്ടെന്ന് പ്രസ് ചെയ്ത. അങ്ങനെയൊന്നും പറ്റില്ല, ഇവിടെ സമയമില്ല. കണ്ടില്ലേ, ചേച്ചി അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുവാണ്. നിങ്ങൾ ഇനി വിട്ടുകൊടുത്താൽ പറക്കാൻ പോകും കേട്ടോ. ഇവർ 4 പോയിന്റുമായിട്ട് ലീഡ് ചെയ്യാണ്. ഓക്കെ, സോ ഞങ്ങളുടെ GK റൗണ്ടിലെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ഇന്ത്യൻ എംബ്ലം? ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദേശീയ മുദ്രാവാക്യം എന്താണ്? The O team. സത്യമേവ ജയതേ. കറക്റ്റ് ആൻസർ. ഈ പോലീസിന്റെ കാര്യം പറയുമ്പോഴേ സാർ, ഏതെങ്കിലും മറക്കാനാകാത്ത ഈ സൈബർ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, 9 വർഷം ജോലി ചെയ്തൊരു വിങ്ങാണ്. പരാതികൾ ഒരു 30,000-ഓളം അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രതി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാതെ അവരെ ലൊക്കേഷൻ എടുക്കുക. പിന്നെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത പല ഡാറ്റാസും കാണും, അതിനെ റിട്രീവ് ചെയ്യുക. അപ്പോൾ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും? ഓ മൈ ഗോഡ്, കേട്ടല്ലോ, വെരി കെയർഫുൾ ആയിരിക്കണം നമ്മൾ, അയക്കാതിരിക്കുക. ഇല്ല ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? സാറിനൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇൻസ്റ്റ
ഉണ്ട്. ഉണ്ട്. സാർ ഉണ്ടോ ഇൻസ്റ്റ വല്ല യൂസ് ചെയ്യുന്നു? ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കണ്ടോ, പാവോന്നൊക്കെ പറയുന്നു. ഒന്നുമല്ല, എല്ലാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 3 പേര് ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവരാണോ? ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? യൂട്യൂബ് ഉപയോഗിക്കും. യൂട്യൂബ് ഉപയോഗിക്കും. ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റ ഇല്ല. ഇൻസ്റ്റ ഇല്ലേ? അന്ന ഇൻസ്റ്റയുടെ വെറുപ്പ്? അത് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇൻസ്റ്റ വേണ്ട. ഓ, യൂട്യൂബ് കൊണ്ട് നമുക്കതങ്ങ് കോംപ്രമൈസ് ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ GK റൗണ്ടിലെ 5th question. How many districts are there in ലക്ഷദ്വീപ്? ലക്ഷദ്വീപിൽ എത്ര ജില്ലകളുണ്ട്? ലക്ഷദ്വീപിൽ എത്ര ജില്ലകളുണ്ട്? ഓ ടീമാണ് വീണ്ടും. 3. 3 ജില്ലകളുണ്ടെന്നാണ് സാറ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എന്തു തോന്നുന്നു? 4 നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? എത്ര ഉണ്ടെന്ന് തോന്നുന്നു? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. 5. ഓ, മിടുക്കിയ. 5 ഉറപ്പിച്ചോ? അപ്പോൾ ഇനി ശരി ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ഇവർ 3, 4, 5 ഒക്കെ പറഞ്ഞു. എന്നാൽ ലക്ഷദ്വീപിൽ ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി 1 single district in ലക്ഷദ്വീപ്. ഇവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം റോങ് ആണ്. റോങ് ആൻസർ ആണ് ഇവർ നൽകിയത്. സോറി സർ, ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപിൽ. ഓക്കെ, 5 ഒന്നും ഇല്ല, ഒരെണ്ണം. 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഞങ്ങൾ പോവാണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ പെൻസിൽ ലെഡ്? പെൻസിലിൻ്റെ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? വൈറ്റ് ടീമാണ് ദേ ഇവിടെ ഫസ്റ്റ് പ്രസ് ചെയ്തിരിക്കുന്ന ബസർ. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ശരി ഉത്തരമാണ്. ഗ്രാഫൈറ്റ്. അങ്ങനെ ഞങ്ങൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. ആൻഡ് ദ 7th question. വാട്ട് ഈസ് എ യൂണിറ്റ് യൂസ് ടു മെഷർ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്? ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വൈറ്റ് ടീമാണ്. ഹെഡ്സ്. ഹെർട്സ് കറക്റ്റ് ആൻസർ. യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഹെർട്സ് ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സോ വൈറ്റ് ടീം അടിപൊളി. അപ്പോൾ 2 ടീമും ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കും 6 പോയിന്റിന് ഒരേപോലെ സമനിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ഈ പോരാട്ടം വാശിയോടെ വീറോടെ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സോ വിട്ടുകൊടുക്കരുത്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ആൻഡ് 8th question is, which desert is the largest cold desert in the world? ലോകത്തിലെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമി ഏതാണ്? The O team. അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക റൈറ്റ് ആൻസർ. ലോകത്തിലെ ഏറ്റവും തണുത്ത മരുഭൂമി ഏതായിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. അന്റാർട്ടിക്കയാണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദ O team വീണ്ടും 2 പോയിന്റ് നേടി 8 പോയിന്റ്സുമായിട്ട് ലീഡ് ചെയ്യുന്നു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ദി ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ? കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏതാണ്? ദി O team. ചീറ്റ. ചീറ്റ കറക്റ്റ് ആൻസർ. RG Media 360 presenting YXO കേരളയിലെ ഞങ്ങളുടെ GK റൗണ്ടിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് പോകുന്നത്. ഞങ്ങളുടെ O ടീമാണ് കേട്ടോ ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത്. ഓക്കെ, റെഡിയാണ് സർ? റെഡി, ഓൾ സെറ്റ്. ദ ബുക്ക് ആടുജീവിതം ഈസ് ബേസ്ഡ് ഓൺ ദ റിയൽ സ്റ്റോറി ഓഫ്. ആടുജീവിതം എന്ന കൃതി ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ കഥയാണ്? വൈറ്റ് ടീം. നജീബ്. നജീബ് കറക്റ്റ് ആൻസർ. ആരാണ് സിനിമയിൽ നജീബായിട്ട് എത്തിയത്? പൃഥ്വിരാജ്. പൃഥ്വിരാജാണ്. ആരാണ് എഴുതിയെന്നറിയോ? നോവൽ ആരാ എഴുതിയെന്നറിയോ? അതറിയില്ല. ബെന്യാമനാണ് എഴുതിയത്. ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജ് അത് അനശ്വരമാക്കി. സോ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീമിന് ലഭിക്കുന്നു 8 പോയിന്റ്സ്. 8 പോയിന്റ്. അടിപൊളി. 4 ശരിയുത്തരങ്ങളാണ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങളുടെ O ടീമിലേക്ക് വരുമ്പോൾ അവർ നേടുന്നു 10 പോയിന്റ്സ്. 10 പോയിന്റ്. 2 പോയിന്റ് ഇതാ ഭയങ്കരമായിട്ട് ലീഡ് നിലയിൽ ഒന്ന് മുന്നോട്ട് പോയാണ് ഞങ്ങളുടെ O ടീം നിൽക്കുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡിൽ ഇതുപോലെ ആയിരുന്നു കേട്ടോ. കാരണം ആദ്യം ഇവരൊന്ന് മുന്നിൽ കയറി പിന്നെ വൈറ്റ് ടീം കൊണ്ട് കയറുകയായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഇവർ ചില്ലറക്കാരല്ല. പറഞ്ഞ പോലെ ബിസിനസ്, പോലീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയൽ അഭിനയം, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച 3 പേരാണ് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ട് അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു RG Media 360 presenting YXO Kerala.
സോ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ റൗണ്ട് GK റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഇസ് ദ ഗെയിം റൗണ്ട്. ഗെയിം റൗണ്ട് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് റൗണ്ടാണ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ഈ ഒരു വേദിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൃത്യമായിട്ട് ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ആക്ടിവിറ്റി തീർക്കുന്ന ടീമിനെ കാത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല 5 പോയിന്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്കുള്ളത് കവറപ്പ് ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. സോ മിസ് ചെയ്യാതെ കളിച്ചോണം, ബ്രില്യൻസ് യൂസ് ചെയ്ത് കളിച്ചോണം. സോ റെഡി? ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്, ദ സെക്കൻഡ് റൗണ്ട്, ദ ഗെയിം റൗണ്ട്. സോ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. ഇതിലെ ഇന്നത്തെ ഗെയിം ബലൂൺ പിരമിഡ്. സോ ഞങ്ങളുടെ ഗെയിം റൗണ്ട് ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. സോ ഗെയിമിന് വേണ്ടി ഞങ്ങളുടെ വൈറ്റ് ടീമിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? വരാൻ പോവാണ്. റെഡി? ഓൾ സെറ്റ്. വൈറ്റ് ടീമിൽ നിന്നും ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മോളുമായിട്ട് ഏറ്റുപിടിക്കാനായിട്ട് ഇന്ന് ഓ ടീമിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? സാറാണ്. സോ ഇന്ന് ഇവിടെ ഗെയിം ചെയ്യാൻ വരുന്ന 2 പേര് എത്തിക്കഴിഞ്ഞു. ഇനി ഗെയിം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇത് ബലൂൺ പിരമിഡാണ് സർ, വേറൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ബലൂൺ ഇവിടെ തന്നിട്ടുണ്ട്. 15 ഗ്ലാസസ് 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. സാറിന് 15 ഗ്ലാസ്, മോൾക്ക് 15 ഗ്ലാസ്. വേറൊന്നും ചെയ്യാനില്ല. ഈ നമ്മുടെ ഗ്ലാസസ് ഉണ്ടല്ലോ, പിരമിഡ് പോലെ നിരത്തണം. പിരമിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിപ്പോൾ കൗണ്ട് പ്രകാരം താഴെ 5, 4, 3, 2, 1 അങ്ങനെ ആയിരിക്കണം സാർ ഈ ഗ്ലാസിൻ്റെ പിരമിഡ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഗെയിം ഇതല്ല. ഇതിൻ്റെ ശരിക്കുള്ള ട്രിക്കി പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കൈ കൊണ്ട് ഈ ബലൂൺ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഈ ഗ്ലാസസ് പിരമിഡായിട്ട് നമ്മൾ ഇവിടെ ഒരുക്കേണ്ടത്. ഈ ബലൂൺ കയ്യിൽ ഹോൾഡ് ചെയ്യാനോ ബലൂൺ താഴെ കിടക്കുമ്പോഴോ ഈ പിരമിഡ് ഉണ്ടാക്കാൻ പാടില്ല. സോ അറ്റ് ദ ടൈം ഇതിങ്ങനെ എയറിൽ നിൽക്കുന്ന സമയമായിരിക്കണം യു ഹാവ് ടു മേക്ക് ദ പിരമിഡ്സ്. സോ ഇതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്. ടൈമിങ് നോക്കിയായിരിക്കണം സാർ പിരമിഡ്സ് ഗ്ലാസ് അറേഞ്ച് ചെയ്യാനുള്ളത്. വ്യക്തമാണോ? ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രായമില്ല, പ്രായമോ ബാക്കിയൊന്നും തന്നെ ഞങ്ങളിവിടെ പ്രശ്നമാക്കുന്നില്ല. സാറ് ഓൾ സെറ്റ്. സാറ് ഭയങ്കര സ്പിരിറ്റിൽ നിൽക്കുകയാണ്. സോ പണ്ടത്തെ ആ സൈബർ പോലീസ് ബുദ്ധി ഉണർന്നു കഴിഞ്ഞു സാറിൻ്റെ. ഇനി എങ്ങനെയാണ് എത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ മോളെ? ടൈമില്ല സാർ. ഏറ്റവും ആദ്യം തീർക്കുന്ന ആൾ, ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പിരമിഡ് ഈ ബലൂണിൽ ഞാൻ പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ബലൂൺ താഴെ പോയാൽ ആ സമയത്ത് ഒന്നും ചെയ്യരുത്. അതെടുത്ത് വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുന്ന സമയം മാത്രം അറേഞ്ച് ചെയ്യുക. കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ച് അറേഞ്ച് ചെയ്യരുത്. ഓക്കെ, റെഡി? ഞങ്ങളുടെ ഗെയിം റൗണ്ടിൻ്റെ ദ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ സാറേ, തട്ടിക്കോ സാറേ, ബലൂൺ തട്ടിക്കോ സാറേ, ബലൂൺ തട്ടണം. ബലൂൺ നല്ലോണം പൊങ്ങി തന്നെ എയറിൽ തന്നെ നിൽക്കണം. നമ്മൾ അതിലൊരു ശ്രദ്ധ വേണം. സാറിയുടെ 5 ഗ്ലാസ് ആണ് താഴെ വരേണ്ടത്. ഒരു നേരത്തിൽ വെച്ചാൽ മാത്രമേ അതിന്റെ മുകളിൽ ഗ്ലാസ് വരത്തുള്ളൂ. കമോൺ ഗ്ലാസ് നോക്കണം സാർ. 5 ഗ്ലാസ് ബലൂൺ നിലത്ത് വീഴാതെ നോക്കണം. തട്ടണം സാറേ, ഒന്നുകൂടെ കാര്യമായിട്ട് തട്ടണം സാർ. മോള് കാര്യമായിട്ട് തട്ടുന്നുണ്ട് സാറേ. ഒന്നുകൂടെ എയറിൽ അത് തന്നെ സാർ. കമോൺ, ഷിയർ ചെയ്ത് സാർ. ഇതേ രണ്ടാമത്തെ റോ, മോള് രണ്ടാമത്തെ റോ തുടങ്ങിക്കഴിഞ്ഞു. ആ പിരമിഡിലോട്ട് തന്നെ വീണാൽ ഗ്ലാസ് എല്ലാം താഴെ പോവും. താഴെ പോയി എടുത്തോ. അടുത്ത ബലൂൺ എടുത്തോ. ഒരു ഗ്ലാസ് വീണ്ടും പോയി. വീണ്ടും ഗ്ലാസ് മോളുടെ ഗ്ലാസ്. കമോൺ നല്ല കൈ എടുത്തേ സാർ. അവിടെ മൂന്നാമത്തെ റോയിലേക്ക് കിടക്കുകയാണ്. മോള് സാർ നന്നായിട്ട് ബലൂൺ തട്ടിക്കോളൂ. കമോൺ, മോള് രണ്ടാമത്തെ റോയിലാണ്. എല്ലാ സാർ എത്ര തട്ടിയെന്ന് പറഞ്ഞാലും താഴെ പോവരുത്. ഗ്ലാസ് സാറ് അവസാന ഘട്ടത്തിലേക്ക് സാറ് നീങ്ങുന്നു. സാറെ ബലൂൺ ആദ്യം കൊണ്ട് വീണ് പിരമിഡ് പോകരുത്. കമോൺ മോള് തട്ടിക്കോ. വിജയകരമായി തന്നെ ഗ്ലാസ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നു ഞങ്ങളുടെ സർ. ഞങ്ങളുടെ വിജയം ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ ടീം ഓയ്ക്കൊപ്പമാണ്. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഇത് ആദ്യമായിട്ടാണോ ഇത് ചെയ്ത് നോക്കുന്നത്? ആദ്യമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു സാർ എക്സ്പീരിയൻസ്? അത് ഇതിന്റെ കൺട്രോളിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. അതാണ് ഇത് അങ്ങോട്ടോ പോവാതെ നോക്കുകയും അതോടൊപ്പം തന്നെ സെക്കൻഡറി ആയിട്ടാണ് ഞാൻ അതിനെ ശ്രദ്ധിച്ചത്. ബലൂണിനാണ് ഞാൻ ആദ്യം ശ്രദ്ധ കൊടുത്തത്. ക്ലാസ്സിലേക്ക് ശ്രദ്ധ പോയത് ബലൂൺ അതിന്റെ പാട്ടിന് പോയേനെ. ഈ കുഞ്ഞു
മോളോടൊപ്പം പ്ലേ ചെയ്തപ്പോൾ സാറിന് ഒരു പഴയ കാലത്തോട്ടൊക്കെ പോയോ, ഒരു സ്കൂൾ ടൈമിൽ നമ്മൾ ആ കാലത്തൊന്നും ഇങ്ങനത്തെ കളികളൊന്നും ഇല്ലായിരുന്നു. മറ്റേ ഒരു 70s എന്നൊരു കളി ഉണ്ടായിരുന്നു. ഓക്കെ. 7 ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ബോൾ കൊണ്ട് എറിഞ്ഞിട്ടിട്ട് ഓടുക. ഈ എറിഞ്ഞ ടീമിനെ തൊടാൻ വരുമ്പോൾ അതിന് മുമ്പ് തന്നെ ഈ 7 കട്ടയും പറക്കി അടുക്കി വയ്ക്കിട്ട് 70s എന്നൊരു വിളിയുണ്ട്. അങ്ങനത്തെ ഒരു കളി ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ. അതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തു. അത് ആ ഏറ് കൊള്ളാതിരിക്കുകയും വേണം, ഇത് അടുക്കി വയ്ക്കുകയും വേണം. ചിലപ്പോൾ കുനിഞ്ഞിരുന്ന് ഇത് അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പോൾ അത് കിട്ടാതെ നോക്കണം, ഇത് അടുക്കുകയും വേണം. അവിടെ നോക്കിയപ്പോൾ ഇത് അതുമായിട്ടൊരു സാമ്യം തോന്നി. എവിടെ കിടക്കുന്നുല്ലേ ജീവിത എന്താ പറയുക, ഒരു പാഠവം എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് എന്നുള്ള. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മോൾ ആ ഗ്ലാസ്സിലായിരുന്നു, പക്ഷെ നല്ലോണം മോള് ചെയ്തു കേട്ടോ. ഇനി 2 ഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നനെ ഞങ്ങളുടെ പിരമിഡ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്താണ്? ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞു 70s ആണ് ആ കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ തലമുറ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്ന, ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ഗെയിം ഏതാണ്? ഹൈഡ് ആൻഡ് സീക്ക്, അതായത് ഒളിച്ചു കളി സാറേ, പണ്ടത്തെ ഒളിച്ചു കളി. ഞങ്ങളുടെ 2ാമത്തെ ഗെയിം റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിജയിയായി മാറിയിരിക്കുന്നു ടീം ഓ. അങ്ങനെ 2 റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ദി ഓ ജനറേഷൻ അല്ലെങ്കിൽ ദ ഓ ടീം കരസ്ഥമാക്കിയിരിക്കുന്നത് എത്രയാണെന്നറിയോ? 15 പോയിന്റ്സ്, 15 പോയിന്റ്. ഭയങ്കര മുന്നേറ്റമാണ്. ഇവിടെ 8 പോയിന്റിൽ നിൽക്കുകയാണ്. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു മേജർ റൗണ്ടാണ് ഇനി പെൻഡിങ് ആവുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡ്സിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഓ ടീം സഫർ ചെയ്തിട്ടുള്ളതും ഈ ഒരു റൗണ്ടിൽ തന്നെയാണ്. ഫസ്റ്റ് 2 റൗണ്ടിൽ അവരിങ്ങനെ കയറി വരുമെങ്കിലും 3ാമത്തെ റൗണ്ടിൽ ഈ ഓ ടീം മിക്കവാറും ഒന്ന് വീഴുന്ന കാഴ്ചകളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി ഇവരത് മാറ്റി കുറിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, സോ 2 റൗണ്ട്സ് കഴിയുമ്പോൾ 3ാമത്തെ ഏറ്റവും ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണം. കണ്ടുകൊണ്ടിരിക്കുന്നത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. ഞങ്ങളുടെ ഈ ഒരു ക്വിസ് ഷോയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3ാമത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആൻഡ് ദ റൗണ്ട് ഇസ് കോൾഡ് ദ സ്വിച്ചിങ് ഓവർ. ഈ സ്വിച്ചിങ് ഓവർ എന്ന റൗണ്ട് വളരെ സിമ്പിൾ ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ 2 ടീമിനോടും ചോദിക്കാൻ പോകും. ആദ്യം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വൈറ്റ് ടീമിൻ്റെ അടുത്തായിരിക്കും. ഈ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു പഴയ കാലഘട്ടത്തിൽ, നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് പഴയ കാലഘട്ടത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ശരി ഉത്തരത്തിന് ലഭിക്കാൻ പോകുന്നത് 2 പോയിന്റാണ്. ഇവരുടെ 5 ചോദ്യം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ദ ഓ ടീമിലേക്ക് വരിക. ഓ ടീമിനോട് ചോദിക്കാൻ പോകുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഈ ഒരു ജനറേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഓരോ ചോദ്യത്തിനും ശരി ഉത്തരമാണെങ്കിൽ കിട്ടാൻ പോകുന്നത് 2 പോയിന്റാണ്. ഇപ്പോൾ ലീഡ് നിലയിൽ നിങ്ങൾ വളരെയധികം മുന്നിൽ ആണ്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഓ ടീം പരാജയപ്പെട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു റൗണ്ടിലാണ്. കാരണം ഭയങ്കര ഒരു അൾട്രാ മോഡേൺ കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ചോദിക്കുക. സോ മാക്സിമം നമുക്ക് കോപ്പപ്പ് ചെയ്യാം. എന്തായാലും നോക്കാം. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ടു ബോത്ത് ദ ടീംസ്. ഓക്കെ, ഒന്ന് കൈയടിച്ച് തുടങ്ങിയാലോ? റെഡി? ഓക്കെ, ആദ്യത്തെ ചോദ്യം കേൾക്കാനായിട്ട് റെഡിയാണോ മക്കളെ? റെഡിയാണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ ലീഡേഴ്സ് ഓട്ടോബയോഗ്രഫി ഇസ് ടൈറ്റിൽ ആസ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ ഏത് ദേശീയ നേതാവിൻ്റെ ആത്മകഥയാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ ഏത് നേതാവിൻ്റെയാണ്? APJ അബ്ദുൽ കലാം, ജവഹർലാൽ നെഹ്റു. ഇനി ആരെങ്കിലും ഏതെങ്കിലും ദേശീയ നേതാവിൻ്റെ പേര് ബാക്കിയുണ്ടോ? ഇല്ല. 2 പേരും അറിയുന്ന 2 പേരുടെയും പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എൻ്റെ മക്കള്. APJ വിട്ടു. ഓക്കെ, സോ ഇനി നമ്മുടെ ഓ ടീമിനോട് പോയിന്റ്സ് ഇല്ല, എന്നാൽ അറിയാമെങ്കിൽ പറയാം. മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് അവർ നേഷൻ എന്നറിയപ്പെടുന്ന ഗാന്ധിജി എഴുതിയ ആത്മകഥയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ. വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ടാണ് ഏറ്റവും വലിയ എഴുത്തുകാർ പോലും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം തെറ്റിപ്പോയിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു അല്ല, മഹാത്മാഗാന്ധിജി ആയിരുന്നു ശരി ഉത്തരം. ഇനി 4 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് മാക്സിമം പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇനി 2ാമത്തെ ചോദ്യം റെഡി? ചോദിക്കണ്ടേ? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ? വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഗോവ എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഓ ടീം എന്ത് തോന്നുന്നു? ഞങ്ങളുടെ വൈറ്റ് ടീം പറഞ്ഞ ഉത്തരം ശരിയാണ്. ഗോവ കറക്റ്റ് ആൻസർ ആണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഇന്ത്യയിലെ ഗോവയാണ്. ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് അറിഞ്ഞത്? ഗോവയിൽ പോയിട്ടുണ്ടോ?
പോയിട്ടൊന്നുമില്ല. എങ്ങനെയാണ്, സ്കൂളിൽ പഠിച്ചതാണോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. റെഡി. അപ്പോൾ ഒരു ഉത്തരം ശരിയായിരിക്കുകയാണ്, 2 പോയിന്റ് ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ദ തേർഡ് ക്വസ്റ്റ്യൻ എസ്, ഇൻ വിച്ച് ഇയർ വാസ് ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട ലോഞ്ച്ഡ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാണ്? ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിരുന്നു, അത് ലോഞ്ച് ചെയ്യപ്പെട്ട വർഷം ഏതാണ്? കുറച്ച് ബാക്കാണ്, കാരണം ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് അല്ലേ, ഇപ്പോൾ എത്രയോ സാറ്റലൈറ്റ് ആയി. അപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റ് തുടങ്ങാൻ സാധ്യതയുള്ളൊരു വർഷം, എനി ഐഡിയ? എവിടെയെങ്കിലും ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ട് വായിച്ച ഓർമ്മ? എന്നാലും ഒന്ന് മനസ്സ് അറിഞ്ഞൊന്നൊന്ന് കുറുക്കിയൊക്കെ നോക്കി, എടുത്ത് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ സാറ്റലൈറ്റാണ്, ഉപഗ്രഹമാണ് ആര്യഭട്ട ഇന്ത്യയുടെ. അത് എന്നായിരിക്കും ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? ഇയറാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിക്കോ, വായിച്ചതിൻ്റെ ഒരു അറിവിൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞു. 1965 ആണ്. 1965 കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഒരു ഗസ് അടിച്ച് നോക്കിയതാണ്. ഇനി ഓ ടീമിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കാരണം നിങ്ങളുടെയൊക്കെ ഒരു സമയത്താണ്. 1963 63 or 65? 63. 63-ൽ അവർ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളുടെ ഒരു സമയത്താണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഒരു ടീനേജ് കാലഘട്ടങ്ങളായിരിക്കും അതൊക്കെ. ചുമ്മാ എങ്കിലും 71 എന്ന് പറഞ്ഞിരിക്കുന്നു. സോ നമ്മുടെ വൈറ്റ് ടീം പറഞ്ഞ് 1963 എന്നത് തെറ്റുത്തരമാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് 71 അല്ല, ഇറ്റ്സ് 75 ആണ്. 1975 ആണ്. കോളേജിലായിരുന്നില്ലേ ജി 1975? അല്ല, എവിടെയായിരുന്നു 1975? എവിടെയായിരുന്നു? സ്കൂളിലായിരുന്നു സാറ്. സ്കൂളിലായിരുന്നു സാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ്, 75-ലാണ് ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടം. അടിയന്തരാവസ്ഥ കാലഘട്ടം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന കൊറോണ പോലെ തന്നെ അടിയന്തരാവസ്ഥയായിട്ട് എല്ലാവരും വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന ഒരു കാലഘട്ടമായിരുന്നു 75. പക്ഷേ എനിക്ക് തോന്നുന്നു വായിച്ചൊന്നും കേട്ടിട്ടില്ല അല്ലേ കുട്ടികൾ? 75 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഉത്തരമാണ് ഇതുവരെ ഇവർ ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. റെഡി? സോ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇസ്, ഹൂ റോട്ട് ദ പ്ലേ റോമിയോ ആൻഡ് ജൂലിയറ്റ്? റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പ്രശസ്തമായ നാടകം എഴുതിയത് ആരാണ്? ഷേക്സ്പിയർ. ഫുൾ നെയിം അറിയോ? വില്യം ഷേക്സ്പിയർ എന്ന ഉത്തരം ശരിയാണ്. റോമിയോ ജൂലിയറ്റ് വായിച്ചിട്ടുണ്ടോ? വായിച്ചു കാണാൻ വഴിയില്ലല്ലേ, പഠിക്കാനുണ്ടോ? കേട്ടിട്ടുണ്ട്. സോ എന്തായാലും കറക്റ്റ് ഉത്തരമാണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 ഉത്തരങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യം കൂടിയേ ഉള്ളൂ. ഓക്കെ, ചോദിക്കട്ടെ. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ 5th ക്വസ്റ്റ്യൻ, ഹൂ ഇൻവെന്റഡ് ദി ടെലിഫോൺ? ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അതായത് ലാൻഡ് ഫോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്, വിളിച്ചിട്ടില്ല. അതായത് പണ്ടിങ്ങനെ കറക്കിയൊക്കെ വിളിക്കുന്ന കുറേ ഫോൺസ് ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ബാല്യകാലത്ത്. ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളെല്ലാം ഇപ്പോൾ ടച്ച് ഫോണിൻ്റെ ആൾക്കാരല്ലേ? അപ്പം ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അതന്നെ, ആളെ തന്നെ പോരട്ടെ. അറിയത്തില്ല. നമുക്ക് അലക്സാണ്ടർ ഗ്രഹാം ബെൽ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടിപൊളി. അന്നത്തെ കാലത്തുള്ള ക്വിസ് പ്രോഗ്രാമും ഒക്കെ കണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ്, അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് കണ്ടുപിടിച്ചത്. സാർ എത്ര പേരെ ഫോണിൽ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയം ഏതെങ്കിലും പെൺകുട്ടികളെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട്. വീട്ടിലൊന്നും വിളിച്ചിട്ടില്ല, ഹോസ്റ്റലിലൊക്കെ വിളിച്ചിട്ട് വേറെ പേര് പറഞ്ഞൊക്കെ വിളിക്കും. എന്നിട്ട് സാറാണ് ഇപ്പൊ സൈബർ വിങ് ലീഡ് ചെയ്തത്. അതാണ് എപ്പോഴും നമ്മൾ പറയും, അങ്ങനെ ഒരാൾക്ക് മാത്രമേ അതിന്റെ മർമ്മം അറിയാൻ പറ്റുള്ളൂ. സാർ അങ്ങനെ എത്ര പെൺപിള്ളേരെ വിളിച്ച്? വേറെ പേര് പറയോ സാർ? എങ്ങനെയാണ് അന്നത്തെ? ഞങ്ങൾ അപ്പൂപ്പന്മാരായിട്ട് അഭിനയിച്ച് വിളിക്കും. അപ്പൂപ്പന്മാരായിട്ട് അമ്മാവൻ വിളിക്കണമെന്നൊക്കെ പറയും. അമ്മാവൻ ഹോസ്റ്റലിൽ വിളിച്ചിട്ട് അമ്മാവൻ വിളിക്കുകയാണെന്ന് പറയുമ്പോൾ കൊടുക്കും. പ്രണയിതാക്കളെയാണോ വിളിക്കുന്നത്? ചുമ്മാ നമ്മളെ കമ്പനി. ചേച്ചി എല്ലാം പറഞ്ഞു കൊടുക്ക. ചേച്ചി പണ്ടത്തെ അതിലോട്ടങ്ങ് പോയി. ചേച്ചി എവിടെ വെച്ചാ കണ്ടുമുട്ടാറില്ല? പറഞ്ഞു ചേച്ചി. ഇനിയിപ്പോ മക്കളൊക്കെ വലുതായി, ഇനി ഒന്നും ചോദിക്കാനും കണ്ടുമുട്ടേണ്ടി വന്നില്ല. ചേച്ചിക്ക് അതിലൊരു വിഷമമുണ്ടോ? കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം കഫേയിലൊക്കെ പോയി ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു. അന്നത്തെ സമയം അതായിരുന്നു, ഇപ്പോഴത്തെ ഇത് അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. സാറിന് തോന്നിയിട്ടുണ്ടോ കാരണം ഇന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നൊക്കെ? സാറിന് അങ്ങനെ തോന്നലുണ്ടോ? കാരണം അന്നൊക്കെ കണ്ടുമുട്ടാനും ഒക്കെ ഭയങ്കര പാടല്ലേ? വലിയ പാടായിരുന്നു. ഞങ്ങളന്ന് സൈക്കിളും എഴുത്തും മാത്രമേ ഉണ്ടായിരുന്നു. നോട്ട്ബുക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്കിനകത്താണ് വെച്ച് കൊടുക്കുന്നത്. അത് നിവർത്തിയില്ല. സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക്
സാറിനൊരു 40 വർഷത്തെ വിഷമം അത് പറയുമ്പോൾ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് മുഖത്തതൊക്കെ. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ അസൂയാണ് ശരിക്കും. ആണല്ലേ? ശരിക്കും അസൂയാണ്. ആണ്. അല്ല സാറേ, ഈ പറഞ്ഞാൽ ഇന്നൊരു മെസ്സേജിന്റെ പുറത്ത് Are you there? Are you free for the evening? കഴിഞ്ഞു. ഇപ്പൊ മൊബൈൽ വാട്സാപ്പിലൊക്കെ ഒരു മനുഷ്യനും അറിയാലോ എത്ര മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളൊക്കെ ഒരു ലെറ്റർ കൊടുക്കാൻ പറ്റുന്ന എത്ര മണിക്കൂറൊക്കെ റോഡിൽ കാത്തി സൈക്കിളും വെച്ച് കാത്തി നിൽക്കും. ചിലപ്പോ അവര് വരൂല്ല. വരുമ്പോഴത്തെ നോട്ട്ബുക്കാണ് അതിനകത്ത് വെച്ചാണ് കൊടുക്കുന്നത്. അല്ല നിവർത്തിയില്ല. അല്ല ആരെങ്കിലും ഒക്കെ മേടിക്കാതെയൊക്കെ പോവോ സാറേ ഇത് കൊടുക്കുമ്പോ? ഇല്ല, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതൊക്കെ ഉണ്ടല്ലോ. ഇനി കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഗുജറാത്തിൽ പോകാനായിട്ട് അടുത്ത മാസം ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റ ടിക്കറ്റിൽ പോകേണ്ടി വരും. അതുകൊണ്ട് മാത്രം സാറ് പോകുന്നില്ല. ഇവിടെ പക്ഷേ സാറ് സമ്മതിച്ചു കേട്ടോ, ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ സാറേ? ഈ ഒരു ആക്സസിബിലിറ്റി. പണ്ട് ആ ഒരു ആക്സസിബിലിറ്റി ഇല്ല. ഫോണൊക്കെ കറക്കി നമ്പർ കിട്ടിയാൽ കിട്ടി. ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലുകാരനൊരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ രണ്ടാമത് ഡയൽ ചെയ്യാൻ സമ്മതിക്കില്ല. ഫോൺ ചീത്തായി പോകുമെന്ന് പറയും. അപ്പം ഞങ്ങൾ ആദ്യം കൊട്ടാരക്കര വിളിക്കുമ്പോൾ 0474 കറക്കിയിട്ട് മിണ്ടാ നിൽക്കും. അപ്പോൾ ഇയാൾ വിചാരിക്കും ഒന്ന് കഴിഞ്ഞ്. ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മറ്റേ സാധാരണ നമ്പർ വിളിക്കുന്നത്. അപ്പോൾ സംഗതി STD ആണ്. ഇയാളെ പറ്റിക്കുന്നത് അങ്ങനെയാണ്. ലോക്കൽ എന്നും പറഞ്ഞിട്ട് STD. എന്തൊക്കെ നമ്പേഴ്സാണ് ഇന്നൊക്കെ. ഇന്റർനാഷണൽ റോമിങ്ങിന്റെ കാലഘട്ടം. ഫ്രീ ആയിട്ട് പോകല്ലേ. അതാണ് അതിൻ്റെതായ ഒരു മനപ്രയാസം. ഈ പറഞ്ഞാൽ അന്ന് വീഡിയോ കോൾ ഇല്ലാത്തതിന്റെ എന്തെങ്കിലും വിഷമ സാറിന്ന്? അന്നൊന്നും വീഡിയോ കോൾ പോലും ഇല്ലല്ലോ. ഒന്നുമില്ലല്ലോ, വീഡിയോ കോൾ ഇല്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഓഫീസിലൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാവും. എന്നോട് അന്ന് ഞാൻ ട്രെയിനിങ് ഡിവിഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഈ പോലീസ് ട്രെയിനിങ്ങിന് മൂവ്മെൻറ്റ് എങ്ങനെ നമ്മുടെ ആൾക്കാരെ അറിയിക്കുക, അതായത് ട്രെയിനീസിനെ അറിയിക്കാൻ വേണ്ടി ഒരു CD റൈറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അന്ന് ഈ മൂവ്മെൻറ്റ്സ് വീഡിയോ ഇല്ല. ഞാൻ പറഞ്ഞു സാർ നമുക്ക് സ്റ്റില്ല് കൊടുക്കാനേ പറ്റുള്ളൂ. അന്നത്തെ കാലം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ 96, മനസ്സിലായില്ല. അതിനുശേഷം ഇപ്പോൾ വീഡിയോയിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ പെൻഡ്രൈവ് കൊണ്ട് കൊടുക്കുക, കംപ്ലീറ്റ് മാർച്ചിങ് എങ്ങനെയാണ്, ലെഫ്റ്റ് ടേൺ എങ്ങനെയാണ്, റൈറ്റ് ടേൺ എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് അത് മൂവ്മെൻറ്റ് തന്നെ കൊടുക്കാൻ പറ്റും. അന്ന് അത് പറ്റൂലായിരുന്നു. അന്ന് വീഡിയോ എടുത്ത് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഇടാൻ പറ്റൂലായിരുന്നു. അതാണ് വീഡിയോ ഇല്ലാത്തതിന്. പക്ഷെ അന്നത്തെ കാലത്താണ് ഇത് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അന്നത്തെ കാലത്തെ ഈ ഒരു കാര്യം വളരെ നല്ലതാണ്, ഇന്ന് അത് പോരാ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? മാനുവലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നല്ലത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇരിക്കുന്നു, അത് പുതിയ സാധനമാണ്. കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ നമുക്ക് പല രീതിയിൽ ക്രാഷ് ചെയ്ത് പോവാം അല്ലേ, പല രീതിയിൽ പോവാം. പക്ഷെ ഞാനതൊരു ബുക്കിലാണ് എഴുതി വെച്ചതെങ്കിലും ആ ബുക്ക് എന്നും ഇവിടെ കാണും. ഇപ്പോഴും നമ്മൾ പറയാറുള്ള, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് ഈ പാസ്വേഡൊക്കെ ചിലപ്പം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ എഴുതി വയ്ക്കാനാണ് പറയുന്നത്. ആ ബുക്കാണ് നമ്മുടെ ബേസ്. ദാറ്റ് ഈസ് മാനുവൽ അല്ലേ? അത് തന്നെയാണ് എവർ ലാസ്റ്റിംഗ്. അതാണ് വലിയ പോയിന്റാണ്. ശരിയാണ്. എങ്ങനെ വേണോ ആ ഡേറ്റ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ആ ഒരു അല്ലേ ഇൻഫർമേഷൻ അവിടെ തന്നെ കിടക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ 5 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് O ടീമിൻ്റെ അടുത്തേക്കാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, കാരണം ഭയങ്കരമായിട്ട് ലീഡ് നിലയിൽ മുന്നിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു പല ടീമുകളും പതറിപ്പോകുന്നത് ഈ ഒരു റൗണ്ടിലാണ്. കാരണം ഏറ്റവും ന്യൂ ജനറേഷൻ കാര്യങ്ങളാണ് ഇതിൽ ഇവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് എ ടേം FOMO commonly used by Gen Z stand for? FOMO എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ജെൻ സിയിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണിത്. ജെൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, കറണ്ട് ഓൺ ഗോയിങ് 2005 ജനിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ഒരു FOMO, FOMO. അവർ ഈ എന്താ പറയുക കോഡ് ലാംഗ്വേജിലൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും ഫാദർ ആൻഡ് മദർ അത്രയൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല സാറേ, അതിലേക്കേ ഇല്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? FOMO പറയണ്ട. ഒന്ന് സാറൊന്ന് ആലോചിക്കുക. FOMO, FOMO. സാർ ഫാദർ ആൻഡ് മദർ ആണോ എന്നൊക്കെ ചോദിച്ചു. നോ, അതൊന്നുമല്ല. FOMO എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അയച്ച് മക്കളോ കുഞ്ഞുമക്കളോ ആരെങ്കിലും അയച്ച് FOMO അറിയില്ല. ജെൻ സിയിലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്ന FOMO എന്നതിൻ്റെ പൂർണ്ണ രൂപം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതാണ് അവർ FOMO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ്, എനിക്കൊന്നും അറിയാൻ വഴിയില്ല, ആരും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്നവയിൽ ഡേറ്റിംഗ് ആപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. വാട്ട് അമംഗ് ദീസ് ഈസ് എ ഡേറ്റിംഗ് ആപ്പ്? സാറേ, ഡേറ്റിംഗ് എന്ന് പറയുന്ന അറിയാലോ സാർ, എന്താണ് സാർ ഡേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡേറ്റിംഗ് എന്ന് പറയുന്നത്
പരസ്പരം പുറത്തോട്ട് പോകുന്നത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാം അറിയാം. ഇൻസ്റ്റാഗ്രാം, ഡേറ്റിംഗ് അറിയാം. പണ്ടത്തെ സാറ് ഭയങ്കര ന്യൂ ജനറേഷൻ ആളാകുന്നു. ഓക്കെ, മാം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഡേറ്റിംഗ് കൊണ്ട് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? സാർ ഡേറ്റിംഗ് കൊണ്ട് സാറിന് എനിക്ക് ഒന്ന് കൃത്യമായിട്ട്. അല്ല, അത് തന്നെയാണ് പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നത്. പ്രണയമൊന്നുമല്ല, ഫുഡ് കഴിക്കാനോ പുറത്തേക്കൊക്കെ പോകുന്ന സാറ് പറഞ്ഞത് തന്നെയാണ്. അതിൽ താഴെ പറയുന്നവയിൽ ഒരെണ്ണം ഡേറ്റിംഗ് ആപ്പാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് ഞാൻ പറയാൻ പോവാണ്. ലിങ്ക്ഡിൻ, ബംബിൾ, അപ്ന, നൗകറി. രണ്ടാമത് പറഞ്ഞത് ബംബിൾ. സാറ് ഡേറ്റിങ്ങിന് പോകുന്നില്ലേ? സത്യം ഇല്ല, പറ. കാരണം മറ്റത് മൂന്നും എനിക്കറിയാം. അറിഞ്ഞൂടാത്തോണ്ട് ലിങ്ക്ഡിൻ അറിയാം. ലാസ്റ്റ് പറഞ്ഞത് അപ്ന വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്ന എന്ന് പറയുന്ന അപ്ന കാര്യം അഭിനയം ബുദ്ധിമുട്ടാണ്. പക്ഷെ ലാസ്റ്റ് ഫോർത്തും അറിയാം. പിന്നെ രണ്ടാമത്തേലൊന്ന് കറക്കി കുത്തി. സത്യം പറ, സാറിന്റെ ഫോൺ ഇപ്പൊ നോക്കണം. സാറിന്റെ ഫോണിൽ ബംബിൾ ഉണ്ടോ ഇല്ലയോ? ഷൂട്ട് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നോക്കുമ്പോ സാറിന്റെ പ്രൊഫൈലൊക്കെ. സാർ ആഗ്രഹിക്കുന്നുണ്ടോ ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനില്ല? ആഗ്രഹിക്കുന്നില്ല. വൈഫ് അതോടുകൂടി ഖതം. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പിൽ തൽപര കക്ഷികളുടെയൊക്കെ ഫോട്ടോയും വിത്ത് ബയോഡേറ്റ കാണും. അപ്പോൾ നമുക്ക് പോവാം, കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം. ഇതില്ലെങ്കിലും പോയി കഴിക്കുന്നുണ്ട് അങ്ങനെ. ഇപ്പം എവിടെ കിടക്കുന്നു ഈ ആപ്പ്? ബംബിൾ ഉണ്ടാക്കിയവർ ഇത് കേൾക്കണം. അവർ വലിയ കാര്യത്തെ എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ച് ബംബിൾ ഉണ്ടാക്കിയതാ. ഇതൊന്നും വേണ്ട, ഞാൻ അല്ലാതെ പോയി കഴിക്കുന്നുണ്ടെന്ന്. സാറിന് എന്ത് തോന്നുന്നു? ബംബിൾ പോലുള്ള ഡേറ്റിംഗ് ആപ്പ് നല്ലതാണോ ചീത്തയാണോ? സാറിന്റെ അഭിപ്രായം? കേൾക്കാൻ നല്ലതാണ്, പക്ഷെ പ്രവൃത്തിയിൽ നല്ലതല്ല. കേൾക്കാൻ നല്ലതാണോ? പ്രവൃത്തിയിൽ നല്ലതല്ല. ഇതിന് ഈ ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഇപ്പം മാഡം പറഞ്ഞതുപോലെ അല്ലാതെയും പോകുന്നുണ്ടല്ലോ. പക്ഷേ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആപ്പ് വന്നാലും ഒരു പ്രശ്നമില്ല. ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ ബംബിൾ യൂസ് ചെയ്യാനുള്ളവർക്ക് യൂസ് ചെയ്യാം. വെൽക്കമിങ് ആണ്. അതെ, വേണമെന്നുള്ളവർക്ക് ചേച്ചി ഇനി ബംബിൾ ഇല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകും. എനിക്ക് ബംബിളുടെ ആവശ്യം ഇല്ല. നോട്ട് ബംബിൾ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് വീഡിയോ അപ്ലോഡഡ് ഓൺ യൂട്യൂബ് ടൈറ്റിൽഡ് ആസ്? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ വീഡിയോയുടെ ടൈറ്റിൽ എന്താണ്? അതായത് യൂട്യൂബിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു വീഡിയോ ആണ്. ഒരു ക്ലൂ തരാം. ഒരു മൃഗശാല റിലേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് മൃഗങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിലുള്ള കണ്ടന്റ്. അതായിരുന്നു. എനി ഐഡിയ? എന്തെങ്കിലും സാറിന് എന്താ തോന്നുന്നു പറഞ്ഞു? ഞാൻ പറഞ്ഞു മൃഗങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. സംതിങ് ലൈക്ക് ആനിമൽ റിലേറ്റഡ് സാധനം. എനിത്തിങ് ദാറ്റ് കംസ് ടു ദ മൈൻഡ്. Is it giraffe? നോട്ട് ജിറാഫ്. ഐഡിയ ഇല്ല. ആൻഡ് ദ ടൈറ്റിൽ എന്ന് പറയുന്നത് മീ അറ്റ് ദി സൂ. മീ അറ്റ് ദ സൂ. മൃഗശാലയിലുള്ള ഞാൻ. അതായത് 33 കോടി വ്യൂസാണ്. സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. വേൾഡ് വൈഡ് ആയിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മീ അറ്റ് ദ സൂ. അതാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോ. ഓക്കെ, 19 സെക്കൻഡ് മാത്രമാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 19 സെക്കൻഡ്സേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞാൽ 33 crores കണ്ടു കഴിഞ്ഞു ഓൾറെഡി ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. എന്തായാലും നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചോദ്യം എന്താണേലും പറയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വാട്ട് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ഏതു ദിനമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ശിശുദിനം. കറക്റ്റ് ആൻസർ. ചിൽഡ്രൻസ് ഡേ. ആൻഡ് നമ്മൾ ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞതേ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്. അപ്പം നമ്മൾ പണ്ഡിറ്റ്ജീനെയൊക്കെ നമ്മൾ ഓർത്തു, നമ്മളത് സെലിബ്രേറ്റ് ചെയ്തു, നമ്മുടെ സ്കൂൾസിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? നിങ്ങൾ എന്താ ചിൽഡ്രൻസ് ഡേക്കൊക്കെ ചെയ്യുക സാധാരണയായിട്ട്? പ്രോഗ്രാംസ് ഉണ്ട്, ഡാൻസ്, അതെല്ലാം ഉണ്ട്. ഡാൻസും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു തലമുറയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യം എന്താണ്? ഏറ്റവും വലിയ ഇവരുടെ ഈ ഒരു കാലഘട്ടമല്ല, ഞങ്ങളുടെ ഈ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്. ഇവരൊക്കെ അണ്ടർ ഡെവലപ്ഡ് എന്നാണ്. കേൾക്കണ്ട കേട്ടോ, അവരടിക്കും. അങ്ങനെയല്ല, കുറച്ചുകൂടെ എല്ലാം കൊണ്ടും മീൻസ് ഇക്വാളിറ്റി ആണെങ്കിലും ഈ കാലത്ത് കുറച്ചുകൂടെ കൂടുതലാണ്. വലിയ കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക്. ഓക്കെ, ഇക്വാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ലതായി എന്ന് അവരുടെ തലമുറയും കാളും. ഈസി ഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി. ഓക്കെ, നിനക്കെന്താ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ട്? നിനക്ക് എത്ര വയസ്സായി? 11 വയസ്സ്. എന്താ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താ ഈ 11ാമത്തെ വയസ്സിൽ?
എല്ലാം ഭയങ്കര സന്തോഷം. എന്താ നിങ്ങൾ സങ്കടം വല്ലതും ഉണ്ടോ എൻ്റെ കുഞ്ഞിന്? ഒരു സങ്കടവും ഇല്ല. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം എന്താ? പേടിക്കുന്ന വഴക്ക് പറയുമ്പോൾ. ആരാ വഴക്ക് പറയുന്ന? ബാപ്പച്ചിയാണോ ഉമ്മച്ചിയാണോ? രണ്ടുപേരും. അതാണോ നീ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്? എന്ത് കാര്യത്തിന് അവർ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നേ? ചേച്ചിമാരെ കുറിച്ച് ഇതാക്കുമ്പോൾ വഴക്ക്. ചേച്ചിമാരെ കുറിച്ച് നീ എന്താക്കുന്നേ? വഴക്കുണ്ടാക്കും. ഓ, ചേച്ചിമാരെ പറ്റി അവരുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണോ അവർ വഴക്ക് പറയുന്നത്, അച്ഛനും അമ്മയൊക്കെ? ഓക്കെ. പ്രശ്നക്കാരി നീയാണോ അപ്പോൾ വീട്ടിലെ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫോർ വിച്ച് ഇന്ത്യൻ മൂവി ഡിഡ് AR റഹ്മാൻ വിൻ ആൻ ഓസ്കർ? ഏത് ഇന്ത്യൻ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനത്തിനാണ് AR റഹ്മാന് ഓസ്കർ ലഭിക്കുന്നത്? ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് AR റഹ്മാന് ഓസ്കർ ലഭിക്കുന്നത്? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടും സെലിബ്രേറ്റ് ചെയ്തൊരു ചിത്രമായിരുന്നു അത്. ഓസ്കറാണ്. നമുക്ക് ഇന്ത്യയിലേക്ക് ഓസ്കർ അദ്ദേഹം കൊണ്ടുവന്നു തന്നത് ഈ ഒരു ചിത്രത്തിനായിരുന്നു. ഐഡിയ ഉണ്ടോ? ഭയങ്കര ഫേമസ് സിനിമയാണ്, വെരി ഫേമസ്. അതിൽ ആ ജയ് ഹോ എന്നൊക്കെ തുടങ്ങുന്ന പാട്ടൊക്കെ ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. സ്റ്റിൽ സെൻസേഷണൽ. ഏത് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനത്തിനാണ് AR റഹ്മാൻ ഓസ്കർ ലഭിച്ചത്? ഏത് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം? ഇനി ഇന്ത്യൻ മൂവി അല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആലോചിച്ചെടുത്തേ. ഈ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിനുള്ള ഓസ്കർ, ഏറ്റവും വലിയ അവാർഡായ ഓസ്കർ ലഭിക്കുന്നത്. പാസ് ചെയ്യട്ടെ ഞാൻ എനിക്ക് തന്നെ പാസ് നൽകുന്നു. ഓക്കെ. സ്ലം ഡോഗ് മില്ലിയനെയർക്കാണ് ജയ് ഹോ എന്ന് തുടങ്ങുന്നൊക്കെ ഗാനം ഉണ്ടായിരുന്ന സ്ലം ഡോഗ് മില്ലിയനെയർ, ചേരി ജീവിതത്തെ ആസ്പദമാക്കി ചെയ്ത സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ഓസ്കർ അവാർഡ് ലഭിച്ചത്. സോ ആ ഒരു ഉത്തരത്തോടു കൂടി നിങ്ങളുടെ എല്ലാ ചാൻസസും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് 2 ടീംസിൻ്റെ സ്കോർ നിലയാണ്. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീമിന് ലഭിക്കുന്നു 12 പോയിന്റ്സ്. 3 റൗണ്ടുകളുടെ അവസാനം ഞങ്ങളുടെ O ടീം കരസ്ഥമാക്കുന്നു 19 പോയിന്റ്സ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിന്റെ വിജയികളായി മാറിയിരിക്കുന്നു ദ ടീം O. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡിൽ വൈറ്റ് ടീം ആയിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്തവണ ദേ പിള്ളേരെ വെല്ലുന്ന എനർജിയോടെ വന്നു. പ്രൈസുകളെല്ലാം കൊണ്ടുപോവാണ് ഞങ്ങളുടെ O ടീം. ഇനി ഞങ്ങളുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആദ്യം എൻ്റെ മക്കളെ 3 പേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു, പ്ലീസ്. സോ ഞങ്ങളുടെ വൈറ്റ് ടീമിനുള്ള പ്രൈസസ് ആണ് ഞങ്ങൾ ആദ്യം നൽകാൻ പോകുന്നത്. ഇവർക്ക് സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് 1500 റുപ്പീസിൻ്റെ പ്രൈസ്, ക്യാഷ് പ്രൈസും കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. 1500 റുപ്പീസാണ് ഞങ്ങളുടെ വൈറ്റ് ടീമിന് ഞങ്ങൾ നൽകുന്നത്. ഇന്ന് റണ്ണറപ്പായിട്ട് എത്തിയിരിക്കുന്ന വൈറ്റ് ടീമാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി മെമെൻറ്റോസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിന്നേഴ്സായി മാറിയിരിക്കുന്നത് ദ ടീം O ആണ്. ഇവർക്ക് ലഭിക്കുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറും ഒപ്പം തന്നെ ദ ഗവൺമെന്റ് ഹൗസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഗവൺമെന്റ് ഹൗസിന്റെ വക ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഞങ്ങളുടെ YXO ജീവൻ TVനെ റെപ്രസെന്റ് ചെയ്തൊരു മെമെന്റോയാണ്. താങ്ക് യു. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഈ എപ്പിസോഡും ഇവിടെ ഇതാ പരിസമാപ്തിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഈ ഒരു വേദിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Until the next time we meet, this is the entire team of RG Media 360 presenting YXO Kerala, winding up.